വണ്ടി ഓടിച്ച് റോഡിൽ കൂടെ പോവുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കണം. ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടബോധം തോന്നരുത്. ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ. നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ്. അപ്പോൾ എപ്പോഴും ചിരിക്കുക. കുറേ പേര് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് വിഷമത്തിലാണെന്നൊക്കെ. നമ്മളെപ്പോഴും ചിരിക്കുക. ഉണ്ടായിരിക്കും, നമ്മൾക്ക് പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. എന്നാലും ഓൾവേസ് നമ്മൾ ആ മനസ്സിലെ സന്തോഷം കണ്ടെത്താനായിട്ട് എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു സബ്ജക്റ്റിൽ ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിൽ അട്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ പല സർട്ടിഫിക്കറ്റുകളാണ് അല്ലേ. 10ാം ക്ലാസ് തുടങ്ങി നമ്മുടെ കയ്യിൽ വന്നു ചേരുന്ന പല സർട്ടിഫിക്കറ്റുകൾ, അതിൽ നമ്മുടെ ലൈസൻസും ഇൻക്ലൂഡാണ് അല്ലേ. എത്രയോ പേർക്ക് ലൈസൻസ് കിട്ടി അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇതുവരെ ഒന്നും ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ധൈര്യത്തോടെ ഒന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാനോ ഒന്നും ശ്രമിക്കാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയ ആ സർട്ടിഫിക്കറ്റുകൾ. ഇതിലേ മുതൽ കഷ്ടപ്പെട്ട് നമ്മുടെ സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ്, അത് കഴിഞ്ഞ് PG ഉണ്ടെങ്കിൽ അത്, ഇതിലെല്ലാം നമ്മുടെ ഒരുപാട് എഫേർട്ട് അതിലുണ്ട് അല്ലേ. ഈ ഒരു കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഫലമായിട്ട് നമ്മൾക്ക് ആ പൊന്നുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം, നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ആ വില അല്ലേ, നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ നേടിയെടുത്ത ആ ഒരു സർട്ടിഫിക്കറ്റ്, അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ. അത്രയും ബുദ്ധിമുട്ടി പഠിച്ച ആ സർട്ടിഫിക്കറ്റുകൾ വെറുതെ ഇരുന്ന് പോകുമ്പോൾ അതൊന്നും ഉപയോഗപ്പെട്ടില്ലല്ലോ, എൻ്റെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയല്ലോ, ഞാൻ എന്തിനു വേണ്ടിയാണ് അത്രയും ബുദ്ധിമുട്ടിയത് അല്ലേ. അല്ലെങ്കിൽ പിന്നെ അന്നേ അങ്ങ് ബുദ്ധിമുട്ടാതിരുന്നാൽ പോരായിരുന്നോ. ചിലരുണ്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ച് വീട്ടിലൊതുങ്ങി കൂടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ഞാൻ പറയുന്ന അവരെ പറ്റിയല്ല. നമ്മൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നല്ലൊരു രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി നേടി നന്നായിട്ട് അധ്വാനിച്ച് സമ്പാദിച്ച് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വണ്ടി ഓടിക്കണമെന്ന ആഗ്രഹം കൊണ്ട് നമ്മൾ ലൈസൻസ് എടുക്കുന്നു. എന്നാൽ ചില പല സാഹചര്യങ്ങൾ, നമ്മൾക്ക് ചിലപ്പോൾ വണ്ടി ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അതിനെ കൂടെ നിന്ന് ഒന്ന് നമുക്ക് കോൺഫിഡൻസ് തരാൻ ഒരാളില്ലാത്തൊരവസ്ഥ, ചില സാഹചര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇതെല്ലാം കൊണ്ടും നമ്മൾ ആ ലൈസൻസ് എടുത്ത് മടക്കി നമ്മൾ അവിടെ വെക്കും. അങ്ങനെ ഇല്ലാത്തവരെ എന്നും നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കണം. എവിടെ പോകാനും നമ്മുടെ ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾക്ക് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. പക്ഷേ ഇതെല്ലാം നമുക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം എപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കും. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഇല്ലായിക അല്ലേ. ഇപ്പോൾ പഠിച്ചവരാണെങ്കിലും ഒരു ജോലി ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. എനിക്കൊരു ജോലി കിട്ടിയാൽ അതിലൂടെ ഞാൻ സമ്പാദിക്കാം, എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാം, ഒരു രൂപ എനിക്ക് എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് വേണം എന്നുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. സ്ത്രീകളായാലും പുരുഷനായാലും അങ്ങനെ തന്നെയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ സമ്പാദിച്ച് മേടിച്ച്, അതായത് നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിയ സർട്ടിഫിക്കറ്റുകൾ ചിലപ്പോൾ പുരുഷന്മാർക്കാണെങ്കിലും ആ ഒരു രീതിയിലായിരിക്കില്ല ജോലി ലഭിക്കുന്നത്. എങ്കിൽ തന്നെയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ കുറേശ്ശെങ്കിലും ഉപയോഗിക്കണം. ട്യൂഷൻ എടുക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ ശരിക്കും ചിലപ്പോൾ വേറെ ജോലിക്കും പോകും. അവർ പഠിച്ച ആ ഒരു വിദ്യ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. ഒരു 10 കുട്ടികളെ ട്യൂഷനെങ്കിലും നമ്മൾക്ക് എടുത്തൂടെ? അപ്പോൾ നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു വാല്യൂ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നമ്മൾ കുഞ്ഞിലെ തുടങ്ങി കഷ്ടപ്പെട്ട് ഒരു ഡിഗ്രി കഴിയാൻ തന്നെ നമ്മൾ എത്ര വയസ്സ് വരെ പഠിക്കണം അല്ലേ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ഒരു ഡിഗ്രി ഏതുമാകട്ടെ, അത് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന ആ ഒരു മുഹൂർത്തം, അത് നമ്മൾ സ്വപ്നം കണ്ട ഒരു സാക്ഷാത്കാരമാണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ശരിയായിരിക്കും, നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകും. അവിടെയാണ് നമ്മുടെ കഷ്ടപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും, എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് ഈ സാഹചര്യങ്ങളെ മറികടക്കാൻ വയ്യ. അത്തരത്തിലുള്ളവർ അവിടെ മാറിയിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർ, എനിക്ക് വണ്ടിയില്ല അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമില്ല, നമ്മൾ സാവധാനം ഓരോന്നിലും ഇറങ്ങണം. നമ്മുടെ കയ്യിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടോ? നമ്മൾ ചെറിയ ഏതെങ്കിലും ഒരു ജോലിയിൽ നമ്മൾ പ്രവേശിക്കണം. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും, വീട്ടുകാരും നോക്കേണ്ടി വരും, നമ്മൾക്ക് വീട്ടിലെ സാഹചര്യങ്ങൾ, ഇതെല്ലാം തരണം ചെയ്യുന്നവരാണ് മുന്നേറുന്നത്. ഇതെല്ലാം
സാവധാനം സാവധാനം. ചിലപ്പോൾ നമ്മൾക്ക് വീട്ടുകാരെ കൺവിൻസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ പഠിച്ച ആ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാക്സിമം വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ശ്രമിക്കുക, അല്ലേ? ട്രൈ ചെയ്ത് നമ്മൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തും. അപ്പം നിങ്ങൾ അത്തരത്തിലുള്ള സ്വപ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ആ കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ ഒന്ന് എടുത്ത് നോക്കണം. എൻ്റെ കഷ്ടപ്പാടിൻ്റെ ആ ഒരു മൂല്യം ഇടയ്ക്കിടയ്ക്ക് നോക്കി ആ സർട്ടിഫിക്കറ്റോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടതാണ് ഇത് ഞാൻ നേടാനായിട്ട്, ഈ വിദ്യാഭ്യാസം നേടാനായിട്ട്, എന്തെല്ലാം ഞാൻ പഠിച്ചതാണ്, ഏതൊക്കെ ടെക്നിക്കുകളിലൂടെയാണ് ഞാൻ ഓരോ എക്സാമും ഞാൻ അറ്റൻഡ് ചെയ്ത് ആ കഷ്ടപ്പാടിലൂടെയാണ് ഞാനിത് നേടിയെടുത്തത് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സ്വാഭാവികമായിട്ടും ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ട് കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതായിട്ട് നമ്മുടെ സാഹചര്യങ്ങളെ പറ്റി ഓർക്കണം. എങ്ങനെ അത് തരണം ചെയ്യാം? എൻ്റെ ഈ സാഹചര്യങ്ങളെ ഓവർകം ചെയ്ത് എനിക്കൊരു ചെറിയ ജോലിക്കായിട്ട് എങ്ങനെ ശ്രമിക്കാം? ജോലി ചെറുതാണെങ്കിലും നമ്മൾ പഠിച്ചെടുത്ത് നേടിയ ജോലിയാകുമ്പോൾ നമ്മൾക്കത് എന്നും വാല്യുബിളാണ്. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയോ അല്ലെങ്കിൽ കഷ്ടപ്പാടോ ഒന്നും ഒരു വിഷയമേ അല്ല. നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടബോധം തോന്നരുത്. ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു നഷ്ടബോധം ഒരിക്കലും തോന്നരുത്. അതിനു വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. സാഹചര്യങ്ങളെ പറ്റി ഓർക്കുക. അടുത്തതായിട്ട് നമ്മളുടെ എത്ര സാഹചര്യമാണെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ ഒരുപാടുണ്ടാകും. അപ്പോൾ അവസരങ്ങളെ നമ്മൾ തേടി കണ്ടുപിടിക്കുക. കുറച്ച് നമുക്ക് ആരുടെ ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റില്ല, അല്ലേ? നമ്മൾക്ക് പല സാഹചര്യങ്ങളും നമുക്ക് പല ബന്ധങ്ങളും നമ്മുടെ ബന്ധമൂല്യം കൊടുക്കുന്നവരുമായിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യത്തിലോട്ട് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം നമ്മൾ സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ ചുറ്റുമുള്ളവരെ കൺവിൻസ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങളെ തരണം ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്നതല്ല. ചിലപ്പോൾ ഒരു 2 മാസമോ 3 മാസമോ എടുത്തായിരിക്കും നമ്മൾ ആ സാഹചര്യം ഒരുക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മൾ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിത സാഹചര്യത്തിലോട്ട് എത്താനായിട്ട് നമ്മൾക്ക് സാധിക്കും. 1-2 ദിവസം കൊണ്ടല്ലെങ്കിലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ ആ ഒരു ധൈര്യത്തോടെ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ റോഡിലേക്ക് സാവധാനം ഇറങ്ങി നോക്കണം. വണ്ടി ഓടിച്ച് റോഡിൽ കൂടെ പോകുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്, അല്ലേ? ചിലപ്പോൾ ആദ്യം വീണെന്ന് വരും. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, വീണാൽ എന്ത് ചെയ്യണം? അവിടെ നിന്ന് നമ്മൾ എഴുന്നേറ്റ് ഓടണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ. വണ്ടി ഓടിച്ച് റോഡിൽ കൂടെ പോവുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കണം. അതിന് വേണ്ടിയിട്ട് വണ്ടി ഉള്ളവരാണെങ്കിൽ, ലൈസൻസ് ഉള്ളവരാണെങ്കിൽ സാവധാനം നിങ്ങൾ വണ്ടി എടുക്കുക, മുന്നോട്ട് പോവുക. 1-2 ദിവസം, ചിലപ്പോൾ 1 മാസം എടുക്കും നിങ്ങൾ ആ വണ്ടിയുമായിട്ടൊന്ന് പരിചയപ്പെടാനും റോഡുമായിട്ട് പരിചയപ്പെടാനും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ തന്നെ ഏത് വണ്ടിയെയും നേരിടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ധൈര്യത്തോടെ തന്നെ റോഡിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഏത് തിരക്കിനെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ നേടിയെടുത്ത ഈ ലൈസൻസ് ആവട്ടെ, നമ്മുടെ സർട്ടിഫിക്കറ്റുകളാവട്ടെ, എന്തുമാകട്ടെ, ചെറിയൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതൊരിക്കലും ചെതലരിച്ച് കളയാതെ നിങ്ങൾ സൂക്ഷിക്കുക. അത് നിങ്ങളെപ്പോഴും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ, മൈൻഡിൽ വെക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങളെ എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.